ദൈവത്തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് നമ്മൾ ചിന്തിക്കുവാനായിട്ട് ഉദ്ദേശിക്കുന്ന വിഷയം ദൈവത്തിൻ്റെ മഹത്വം, ദൈവത്തിൻ്റെ ക്യാരക്ടർ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് വെളിവാക്കി കൊടുത്ത ചില സംഭവങ്ങളാണ്. ആദ്യമായിട്ട് നമുക്കെല്ലാവർക്കും സുപരിചിതനായ ഇയ്യോബിൻ്റെ അനുഭവത്തെപ്പറ്റിയാണ് നമുക്ക് ചിന്തിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇയ്യോബ് വേദപുസ്തകം വിവരിക്കുന്നത് ഇയ്യോബ് വാസ് ബ്ലൈംലെസ്, റൈച്ചിയസ്, ഗോഡ് ഫിയറിങ് ആൻഡ് റാൻ അവേ ഫ്രം ഈവിൾ. അതായത് അദ്ദേഹം പൂർണ്ണനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നതുമായ ഒരു മനുഷ്യനായിരുന്നു. ദൈവം അദ്ദേഹത്തിൽ വളരെയധികം സംപ്രീതനായിരുന്നു. ദൈവത്തിന് അറിയാമായിരുന്നു ഇയ്യോബ് ഒരിക്കലും ദൈവത്തെ തള്ളിപ്പറയില്ല എന്നറിയാം. അതുകൊണ്ട് തന്നെ സാത്താൻ ദൈവത്തിൻ്റെ അടുക്ക് വന്നിട്ട് ഇയ്യോബിനെ പരീക്ഷിക്കണം എന്ന് പറയുന്നവരെ ദൈവം ഒറ്റ ഒരാവശ്യമേ പറയുന്നുള്ളൂ. ദൈവം പറയുന്നു, അവൻ്റെ ജീവനിൽ തൊടാതെ നിനക്ക് എന്തും ചെയ്യാം, അവൻ എൻ്റെ ഒരു ഭക്തനാണ് എന്ന് പറയുന്നു. അങ്ങനെ ഇയ്യോബിന് ഉണ്ടായിരുന്ന സർവ്വതും നഷ്ടപ്പെടുന്നു. സമ്പത്തുകളെല്ലാം നഷ്ടപ്പെടുന്നു, മക്കളെല്ലാം നഷ്ടപ്പെടുന്നു, കന്നുകാലികളെല്ലാം നഷ്ടപ്പെടുന്നു. അദ്ദേഹം അവസാനം അദ്ദേഹത്തിൻ്റെ 4 സുഹൃത്തുക്കളും ഭാര്യയുമായിട്ട് മാത്രം അദ്ദേഹം ജീവിക്കുകയാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ചർമ്മത്തിൽ ബോയിൽസ്, കുഷ്ഠരോഗം പോലെ തന്നെയുള്ള ഒരു രോഗം വരികയും ചെയ്യുന്നു. അപ്പം ഇതിൽ വളരെയധികം കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ജീവിക്കുമ്പോൾ ഓരോ ദിവസവും കഴിഞ്ഞു കൂട്ടുന്നതുടനെ ദൈവത്തിൻ്റെ ഇടയ്ക്ക് ഇയ്യോബ് ചിന്തിക്കുന്നുണ്ട്, ആലോചിക്കുന്നുണ്ട്, ദൈവത്തിൻ്റെ ഇടയ്ക്ക് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഇതെങ്ങനെയാണ് എനിക്ക് സംഭവിച്ചത്? ഞാൻ എന്ത് ചെയ്തു? ഞാൻ നീതിമാനാണല്ലോ, ഞാൻ ദോഷം വിട്ട് അകലുന്നയാളാണല്ലോ, ഞാൻ എല്ലാവർക്കും പരസഹായം ചെയ്യുന്നയാളാണല്ലോ, നീ പറഞ്ഞ നല്ല കാര്യങ്ങളെല്ലാം ചെയ്യുന്നവനാണല്ലോ, നീ പിന്നെ എന്തിനാണ് എന്നെ അനീതിയോടെ പെരുമാറുന്നത്, അനീതിയോടെ എന്നെ വിധിച്ചത് എന്തുകൊണ്ടാണ് എന്നുള്ള ഈ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇദ്ദേഹത്തിൻ്റെ നല്ല സുഹൃത്തുക്കളായ ഈ 4 പേര് അദ്ദേഹത്തിൻ്റെ അടുക്ക് കടന്നു വരുന്നു. അവർ 3 പേര് ആദ്യം പറയുന്നത്, നമ്മുടെ ദൈവം നീതിമാനായ ദൈവമാണ്, ഗോഡ് ഈസ് എ ജസ്റ്റ് ഗോഡ്. നമ്മൾ തെറ്റായിട്ടൊന്നും ചെയ്തില്ല എങ്കിൽ ഒരിക്കലും ദൈവം നമുക്ക് ദോഷം വരുത്തില്ല. അതിനകത്ത് എല്ലാവരും ഉറച്ചു വിശ്വസിക്കുകയും ചെയ്തു. അപ്പോൾ അവർ ഇയ്യോബിൻ്റെ അടുക്ക് പറയുന്നത്, നീ അറിയാതെ നീ എന്തെങ്കിലും തെറ്റ് ചെയ്ത് കാണും, തെറ്റ് ചെയ്യാതെ ദൈവം ഒരിക്കലും നിന്നേക്ക് ഈ ദോഷം വരുത്തുകയില്ല. അവർ തിരിച്ചും മറിച്ചും ഇയ്യോബിൻ്റെ അടുക്കൽ ഇതേ ഐഡിയ തന്നെ മുന്നോട്ട് പ്രപ്പോസ് ചെയ്യുന്നു. ഇയ്യോബ് പറയുന്നു, ഒരു കാരണവശാലും അത് നടക്കില്ല. നമുക്ക് ആ വേദഭാഗങ്ങളിലൂടെ പോകുന്നുണ്ടെങ്കിൽ നമുക്കറിയാം, ഇയ്യോബ് മക്കൾ ആഘോഷങ്ങളിൽ പങ്കെടുത്തിട്ട് തിരിച്ചു വരുമ്പോൾ അറിയാതെ തന്നെയാണെങ്കിലും എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ക്ഷമിക്കുവാനായി അദ്ദേഹം ദൈവത്തിൻ്റെ മുന്നിൽ ബലികൾ അർപ്പിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ അത്രയും കോഷ്യസ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ഇയ്യോബ്. അപ്പോൾ അത്രയ്ക്ക് നീതിമാനായ മനുഷ്യൻ, അത്രയ്ക്ക് മറ്റുള്ളവരെ ഒരിക്കലും കുറ്റം പറയാത്ത ഒരു വ്യക്തിത്വം. എങ്ങനെയുള്ള ഒരാൾക്ക് എങ്ങനെയാണ് ഈ ഒരു വിഷയം വന്നത് എന്നുള്ള ചോദ്യം. ഇപ്പോൾ ഞാൻ പെട്ടെന്ന് സമകാലികമായ കാര്യങ്ങൾ പറയുകയാണ്. ഈ നീതിമാന്മാർ അല്ലെങ്കിൽ നല്ല മനുഷ്യർക്ക് എങ്ങനെയാണ് ഈ മോശമായ അനുഭവങ്ങൾ വരുന്നത്, അല്ലെങ്കിൽ ദുർമരണം, രോഗങ്ങൾ, പീഡകൾ, ഇങ്ങനെയൊക്കെ നല്ല മനുഷ്യർക്ക് എങ്ങനെ വരുന്നു എന്നുള്ള ചോദ്യം ഒരു യൂണിവേഴ്സലായിട്ടുള്ള ചോദ്യമാണ്. അതിനുള്ള ഒരു ഉത്തരം കൂടിയാണ് ഇയ്യോബിൻ്റെ ഈ ഒരു ജീവിതകഥ. അപ്പോൾ വേദപുസ്തകത്തിനകത്ത് നമുക്ക് കിട്ടുന്നതാണ്, വൈ ഡസ് സഫറിങ് ഹാപ്പൻ ടു ഗുഡ് പീപ്പിൾ? ഈ ഒരു ചോദ്യം എപ്പോഴും വളരെയധികം പ്രോമിനൻസ് അല്ലെങ്കിൽ റെലവൻസ് ഉള്ള ഒരു ചോദ്യമാണ്. അതിൻ്റെ മറുപടിയാണ് നമുക്ക് അവസാനം അതിൻ്റെ മറുപടിയിലേക്ക് കടക്കാം. അപ്പോൾ ഇയ്യോബിൻ്റെ ആദ്യത്തെ 3 പ്രായമുള്ള സുഹൃത്തുക്കൾ പറയുന്നത്, നീ തെറ്റ് ചെയ്തു, അതുകൊണ്ടാണ് നിനക്ക് ഈ മോശമായ അനുഭവങ്ങൾ വന്നത്, ദൈവം തന്നത്. അവസാനം ഈ സുഹൃത്തുക്കളിൽ ഏറ്റവും ചെറുപ്പക്കാരനായ ഈലേഹു പറഞ്ഞു, ചില സമയത്ത് ദൈവം നമുക്ക് മോശമായ അനുഭവങ്ങൾ തരും, അത് നമ്മളെ നല്ല സ്വഭാവത്തിലേക്ക് കൊണ്ടുവരാനായിട്ട്, മോശമായ അനുഭവത്തിലൂടെ നല്ല കാര്യങ്ങൾ പഠിക്കുവാനായിട്ടുള്ള ഒരു പഠന പ്രക്രിയയായിട്ട് ദൈവം നമുക്ക് തരാറുണ്ട് എന്ന് പറയുന്നു. അത് അദ്ദേഹം പറഞ്ഞ ഒരു നല്ല പോയിൻ്റാണ്. അതിപ്പോഴും റെലവൻ്റാണ്. നമുക്ക് അഹങ്കാരവും അല്ലെങ്കിൽ മോശമായ ചിന്തകളൊക്കെ വരുന്നുണ്ടെങ്കിൽ ദൈവം നമുക്കൊരടി തരും, നമ്മളെ ഹമ്പിൾ ചെയ്യാനായിട്ട്. അതിൽ കൂടെ ദൈവം നമ്മളെ നേരെയാക്കി എടുക്കുവാനായിട്ടുള്ള ഒരു ശ്രമം നടത്തുന്നതാണ്. പക്ഷെങ്കിൽ വീണ്ടും ഈലേഹു തിരിച്ച് മറ്റുള്ള 3 സുഹൃത്തുക്കളുടെയും ആ ന്യായത്തിലേക്ക് വരികയാണ്. നീ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ട്, ഒന്നുമില്ലെങ്കിൽ
ദൈവം നിൻ്റെ നല്ല പ്രവൃത്തി കൊണ്ട് നിന്നെ നീതീകരിച്ചു എന്നുള്ള നിൻ്റെ ഒരു കോൺഫിഡൻസ് ആയിരിക്കാം ദൈവം നിന്നെ ജഡ്ജ് ചെയ്യാനായിട്ടും ഈ ഒരു ശിക്ഷ തരാനായിട്ടുള്ള കാരണം. എന്താണ്? അതായത് നിൻ്റെ പാപപരിഹാര ക്രിയകൾ കൊണ്ടും നിൻ്റെ നല്ല പ്രവൃത്തി കൊണ്ടും നീ സ്വയം ചിന്തിച്ച് കാണും ദൈവം നിന്നെ നീതീകരിച്ചു എന്നുള്ളത്. ആ ഒരു ചിന്തയായിരിക്കാം ദൈവം നിന്നെ ശിക്ഷിക്കാനിടയായത് എന്നുള്ള ഒരു ആർഗ്യുമെൻ്റ് കൊണ്ടിരുന്നു. അപ്പം അങ്ങനെ അത് നമുക്കും ചിലപ്പോൾ അത് ഒരു തോന്നലുണ്ടാകാം. സ്ഥിരമായി പള്ളിയിൽ പോവുകയും പ്രാർത്ഥിക്കുകയും കുമ്പസാരിക്കുകയും ഒക്കെ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ നീതീകരിക്കപ്പെട്ടു എന്നുള്ളൊരു ചിന്ത നമുക്കുണ്ടാകാം. അപ്പം അങ്ങനെ എലീഹു അങ്ങനെ ഒരു പോയിൻ്റ് പറയുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവസാനം ദൈവം ഒരു വേൾവിൻഡ് ചുഴലിക്കാറ്റിൽ നിന്നുകൊണ്ട് യോബിൻ്റെ അടുക്ക് സംസാരിക്കുന്നു. ഇതാണ് പറയുന്നത്: ഈ ലോകത്തിന്, ഈ ഭൂമിക്ക് അടിസ്ഥാനമിടുമ്പോൾ നീ എവിടെയായിരുന്നു? ഈ ഭൂമിയിലെ സർവ്വ സൂര്യചന്ദ്രന്മാരും നക്ഷത്രങ്ങളും യൂണിവേഴ്സിലുള്ള സകല കാര്യങ്ങളും ഞാൻ പരിപാലിക്കുന്നു. നിനക്കിതിനെപ്പറ്റി വല്ല വിവരവും ഉണ്ടോ? പിന്നീട് ഈ ലോകത്ത് ജീവിക്കുന്ന ജീവജാലങ്ങളെപ്പറ്റി സംസാരിക്കുന്നു. ഇതിനൊക്കെ പരിപാലിക്കുന്നു, ഉണ്ണുന്നു, ഉറങ്ങുന്നു, അവർ പ്രസവിക്കുന്നു. ഇതിനെപ്പറ്റിയൊക്കെ നിനക്ക് വല്ല അറിവുമുണ്ടോ? എന്നിട്ട് ഈ ലോകത്തിലുള്ള വലിയ ജീവികൾ, ലവിയാത്തൻ, ബൊഹേമിയൻ, അപ്പോൾ ഇങ്ങനെയുള്ള ഈ ജീവികളെയൊക്കെ സൃഷ്ടിക്കുകയും അതിനെയൊക്കെ പരിപാലിക്കുകയും കൺട്രോൾ ചെയ്യുകയും ചെയ്യുന്നു. നിനക്കതിനെ കൺട്രോൾ ചെയ്യാൻ ഉള്ള കഴിവുണ്ടോ എന്ന് ചോദിക്കുന്നു. അങ്ങനെ ഇയ്യോബിന് ഒരിക്കലും ചിന്തിക്കാൻ മേലാത്ത കാര്യങ്ങളെപ്പറ്റി ദൈവം സംസാരിക്കുന്നു. അതെല്ലാം മുന്നോട്ട് വന്നപ്പോഴത്തേക്കിനും ഇയ്യോബിന് മനസ്സിലായി, ദൈവത്തിൻ്റെ മുന്നിൽ ഞാൻ വെറുമൊരു കൃമി മാത്രമാണ്, വെറും പൊടിയും പൂഴിയും മാത്രമാകുന്ന മനുഷ്യനാണ്, ഞാൻ ദൈവവുമായിട്ട് കമ്പയർ ചെയ്യാൻ ഞാൻ ആരുമല്ല എന്ന് ഇയ്യോബിന് മനസ്സിലാവും. അപ്പോഴാണ് ഇയ്യോബ് ഏറ്റവും പ്രശസ്തമായ ഈ വചനം ഉരുവിടുന്നത്: ഐ ഹാവ് ഹേർഡ് യു ബൈ ദ ഹിയറിംഗ് ഓഫ് ദ ഇയർ, ബട്ട് നൗ മൈ ഐസ് സീ യു. ഇത്രയും നാളും ഞാൻ എൻ്റെ ചെവി കൊണ്ട് ഞാൻ നിന്നെപ്പറ്റി കേട്ടിട്ടേ ഉള്ളൂ, ഇന്ന് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ നിന്നെ പൂർണ്ണമായും കാണുന്നു. അപ്പം ഇതിനകത്ത് ഇയ്യോബ് ഉദ്ദേശിച്ചത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് നിന്നെപ്പറ്റി കുറച്ചൊക്കെ അറിവുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ നിൻ്റെ ആ സർവ്വശക്തിയെപ്പറ്റിയും നിൻ്റെ ആ ജ്ഞാനത്തെപ്പറ്റിയും എനിക്ക് നല്ല ക്ലാരിറ്റി കിട്ടി. കണ്ണ് കാണുന്നത്, ദൈവത്തെ കണ്ടിട്ടില്ല, ഇത് ഇപ്പോഴും കേട്ടുകൊണ്ടിരിക്കുകയാണ്. ചുഴലിക്കാറ്റിൽ നിന്ന് സംസാരിക്കുന്ന ദൈവത്തെപ്പറ്റി കേട്ടതേ ഉള്ളൂ. പക്ഷെങ്കിൽ കണ്ണിൻ്റെ കാഴ്ച എന്ന് പറയുന്നത് കൂടുതൽ ക്ലാരിറ്റി കിട്ടി എന്നുള്ളതാണ് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഈ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളൊന്നും നമുക്ക് പൂർണ്ണമായി അറിയില്ല. വി ആർ വെരി ലിമിറ്റഡ്. ഈ നമ്മുടെ ലിമിറ്റഡായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ്, നോളജ് വെച്ചുകൊണ്ട് നമുക്കൊരിക്കലും ദൈവത്തെ അളക്കുവാനോ ദൈവം നമ്മളോട് പെരുമാറുന്നത് എങ്ങനെയാണെന്നോ നമുക്ക് ചിന്തിക്കുവാനോ പ്രവചിക്കുവാനോ ഒന്നും സാധ്യമല്ല. അപ്പം ആ ദൈവത്തിൻ്റെ ജ്ഞാനം എന്ന് പറയുന്നത് പരിധികൾക്ക് അപ്പുറമാണ്. നമുക്കത് ലിമിറ്റ് ചെയ്യാൻ, പരിധിയിടാൻ നമുക്ക് അവകാശമില്ല. അപ്പോൾ നീ എന്തുകൊണ്ടാണ് എൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ പ്രവർത്തിക്കുന്നത് എന്ന് ദൈവത്തോട് ചോദ്യം ചെയ്യാനുള്ള അവകാശം നമുക്കില്ല. കാര്യം വി ആർ ജസ്റ്റ് ക്രിയേഷൻ. ദൈവം ക്രിയേറ്ററും നമ്മൾ ഒരു ക്രിയേഷന് മാത്രമാണ്. നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ പുസ്തകത്തിൽ നിന്ന് വായിക്കുന്നതും ചുറ്റും കാണുന്നതും ടി വിയിൽ കാണുന്നതും മറ്റുള്ളവർ പറഞ്ഞു തരുന്നതും ഒക്കെ അല്ലാതെ നമുക്ക് ഒന്നും അറിയില്ല. ഈ ലോകത്തിൻ്റെ എക്സ്പാൻസ് എന്തുമാത്രം ഉണ്ടെന്നും ഈ ലോകം എങ്ങനെ കറങ്ങുന്നതെന്നും പ്രവർത്തിക്കുന്നതെന്നും ഒന്നും നമുക്ക് വ്യക്തമായിട്ട് അറിയത്തില്ല. ഇപ്പോഴും കണ്ടുപിടുത്തങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുന്നതേ ഉള്ളൂ. അപ്പോഴാണ് ദൈവം ഇങ്ങനെ വന്ന് പറയുന്നു. ഇതിനകത്തു നിന്നൊരു 3 പോയിൻറ്റുകൾ ഞാൻ നിങ്ങളുടെ മുമ്പാകെ വയ്ക്കുകയാണ്. ഒന്നാമത്തെ കാര്യം, ദൈവം നീതിമാനായ ദൈവമാണ് എന്ന് പറയുന്നു. അതുകൊണ്ട് നമ്മൾ നല്ലത് ചെയ്തു കഴിഞ്ഞാൽ ദൈവം നമുക്ക് തിരിച്ച് നല്ലത് ചെയ്യത്തുള്ളൂ. അങ്ങനെ വിചാരിക്കുന്ന പലരുമുണ്ട്. പക്ഷെങ്കിൽ അതൊരിക്കലും ശരിയല്ല. അങ്ങനെയാണെങ്കിൽ ഞാനും എൻ്റെ സുഹൃത്തും തമ്മിലുള്ള ബന്ധം പോലെ തന്നെയാണ് ഞാനും എൻ്റെ ദൈവവുമായിട്ടുള്ള ബന്ധം. ഞാൻ നല്ല കാര്യങ്ങൾ എൻ്റെ സുഹൃത്തിന് ചെയ്യുമ്പോൾ അവൻ തിരിച്ച് നല്ല കാര്യങ്ങൾ ചെയ്യും. ഞാൻ ദോഷമായിട്ടുള്ളത് ചെയ്യുവാണെങ്കിൽ ഒരുപക്ഷെ അവൻ തിരിച്ച് എനിക്ക് ദോഷം ചെയ്തില്ലെങ്കിലും ഞാനുമായിട്ടുള്ള ആ സഹകരണം അങ്ങ് ഇല്ലാതെയാക്കും. പക്ഷെ ദൈവം ഒരിക്കലും അങ്ങനെയല്ല. അളവ് കൂടാതെ നമ്മളെ സ്നേഹിക്കുന്നു. ചില സമയത്ത് നമ്മുടെ പിതാവും മാതാവും നമ്മളെ ശിക്ഷിക്കുന്നത് പോലെ നമ്മളെ ശിക്ഷിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ദൈവം നമ്മൾ നീതിയോടെ വിധിക്കല്ലേ എന്ന് നമ്മൾ ദൈവത്തോട് അപേക്ഷിക്കാറുണ്ട്, കുർബാനയിൽ പ്രാർത്ഥിക്കാറുണ്ട്. കാര്യം നീതിയോടെ നമ്മളെ ശിക്ഷിക്കുകയാണെങ്കിൽ
നമ്മൾ ഒരിക്കലും സ്വർഗത്തിൽ ചെല്ലുകയില്ല. അതൊന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, ഏലോഹു പറയുന്നു നീ സെൽഫ് റൈച്ചസ് ആകാൻ ശ്രമിച്ചു. ഈ ഉള്ള ബലികളെല്ലാം നടത്തി നീ ദൈവത്തെ പ്രീതിപ്പെടുത്താൻ ശ്രമിക്കുന്നു. അപ്പോൾ ബലികളിൽ കൂടി മാത്രം ദൈവം പ്രീതിപ്പെടുകയില്ല. നമ്മൾ ജസ്റ്റിഫൈ ചെയ്യുന്നത്, നമ്മളെ റൈച്ചസ് ആക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ രക്തത്തിൽ കൂടെ മാത്രമാണ്. അപ്പം അതില്ല എങ്കിൽ നമ്മൾ ഒരിക്കലും എന്ത് അനുസരണം ബലിയേക്കാൾ ഉത്തമമാണെന്ന് പറയുന്നു. അപ്പോൾ ബലികൾ മാത്രം കൊണ്ട് നമ്മൾ ഒരിക്കലും സെൽഫ് റൈച്ചസ് ആകത്തില്ല. ദൈവത്തിൻ്റെ ആ ഗ്രേസ് വേണം. മൂന്നാമത്, അവസാനമായിട്ട്, വിസ്ഡം ഈസ് ഫൗണ്ട് ഓൺലി ഇൻ ഗോഡ്. ദൈവത്തിന് മാത്രമേ ഈ ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും അറിയത്തുള്ളൂ. ഒരിക്കലും നമുക്ക് തന്നെയായിട്ട് വിസ്ഡം കിട്ടുകയില്ല. ഫിയർ ഓഫ് ദ ലോഡ് ഈസ് ബിഗിനിങ് ഓഫ് വിസ്ഡം. അപ്പോൾ ദൈവത്തിന് അറിയുന്ന കാര്യങ്ങൾ ദൈവത്തിന് മാത്രം അറിയാം. നമ്മൾ വി ആർ വെരി ലിമിറ്റഡ്. അതുകൊണ്ട് ഫിയർ ഓഫ് ദ ലോഡ് ഉണ്ടെങ്കിൽ വി വിൽ ഹാവ് ഗോഡ്സ് വിസ്ഡം. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ ഈ 3 കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ വെച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു.